ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് വട്ടപത്തിരിയാണ് കേട്ടോ. മക്കൾക്ക് വട്ടപത്തിരി മതി പറഞ്ഞു. പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം തന്നെയാണ് കേട്ടോ. നമ്മൾ പത്തിരി പോലെ പരത്തി കുറേ ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതൊന്നിച്ചിരുന്നത് കുഴച്ചെടുത്ത് പിന്നെ നമ്മൾ ഇതിൽ വാട്ടിയെടുക്കുന്നതിന് നമുക്ക് ജീരകം അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിലൊക്കെ അവിടെ മക്കൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ ഞാനൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. നല്ല ഒരു തന്നെയാണ് ഗ്രീൻ പീസ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ഇത് പല രീതിയിലും കറി വെക്കും. അപ്പോൾ ഞാനിവിടെ മസാലയൊക്കെ ആക്കിയിട്ട് തന്നെ കേട്ടോ. മസാല ഇല്ലാണ്ടും കറി വെക്കാം നമുക്കിത്. അപ്പോൾ അതാ വട്ടുപത്തിരിക്ക് ഞാൻ മാവൊക്കെ കുഴച്ചെടുത്ത് റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഗ്രീൻ പീസിലേക്ക് ഞാൻ മസാല വാട്ടുകയാണ് കേട്ടോ. അതായത് സവാള ഒന്നെടുത്തിട്ടിട്ട് പിന്നെ മസാലപ്പൊടികളും വലിയ ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഞാൻ അതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ മസാലയുടെ ആ പച്ചമണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്നിട്ട് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ രീതിയിൽ കറിയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളത് അരച്ചത് പേസ്റ്റാക്കിയിട്ട് നമ്മൾ കറിയിലോട്ടാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതവിടെ വട്ടുപത്തിരി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് വട്ടുപത്തിരി ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അവർക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അവർ കഴിക്കും, കറി ഇല്ലെങ്കിൽ അവർ കഴിക്കും കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞയച്ച് ഞാനെൻ്റെ അടുക്കള പണിക്കൊക്കെ നിന്നിട്ടുണ്ട്. വീട് ക്ലീൻ ആക്കാനും ഒക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് പരിപാടി ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്യാരറ്റ് ഉപ്പേരിയും അതുപോലെ കുമ്പളങ്ങ താളിച്ചതാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനത്തെ വിഷമം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. നമുക്ക് 10-11 മണിക്ക് നമുക്കൊരു വിശപ്പാണല്ലോ. അപ്പോൾ അതാ നമ്മളെ ക്യാരറ്റും ബീട്രൂട്ടുള്ള ഉപ്പേരിയും കുമ്പളങ്ങ താളിപ്പും ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് കഴിക്കാറ്. എനിക്കിഷ്ടം മസാല ഉള്ള കറീനേക്കാൾ ഇഷ്ടം മസാല അല്ലാതെ ഇങ്ങനെ താളിപ്പുകളാണ് കേട്ടോ. അല്ല ചെറുള്ളി ഉണക്കമുളകൊക്കെ ഇട്ട് കുത്തി തോന്നിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള കറി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റ് ബീട്രൂട്ട് ഉപ്പേരി കുമ്പളങ്ങ താളിച്ചതുണ്ട്. പിന്നെ അതാ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ട് കേട്ടോ. ഇന്ന് ഈവനിങ്ങിന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ചിക്കൻ പക്കവടയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് പോയപ്പോൾ അവൾ എനിക്ക് തന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് ഞാൻ എൻ്റെ റെസിപ്പി ഒന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ അതിലോട്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈദ കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എത്രയാണ് ചിക്കൻ എടുക്കുന്നത്, എത്രയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അളവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശേഷം കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടികളാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ടയും കൂടെ ഒഴിച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് ഇട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ മുന്നായിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച്, അതായത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം പൊരിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മക്കൾക്ക് മദ്രസയിലോട്ട് പോകണം. അപ്പോൾ അവർക്ക് ഞാൻ വേഗം ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് മദ്രസയിൽ കൊണ്ടുപോകണം, കുട്ടികൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് കുറച്ച് മക്കൾക്കും കുട്ടികൾക്കും കൂടെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് അവൾ തന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി. അപ്പോൾ ഞാൻ അവളോട് അതിൻ്റെ റെസിപ്പി ചോദിച്ച് ഞാൻ അതുപോലെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിരിക്കാൻ വേണ്ടിയിട്ട് ചൂട് കൊടുക്കുന്ന കഴിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്നറിയാമെങ്കിലും ഞാൻ എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി പറയുകയാണ്. അതുപോലെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.